ഹലോ, നമുക്കിന്നൊരു അടിപൊളി ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയാലോ? കാണുന്നത് പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റുള്ള ഒരു റൈസാണ് ഇറച്ചിച്ചോറ്. ഇതൊരു എളുപ്പപ്പണിയും കൂടിയാണ്. കറിയും ചോറൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണ്ട. നമുക്ക് ഈ രീതിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് മല്ലിച്ചപ്പ് നമ്മൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ 4 വലിയ സവാള ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ 3 വലിയ തക്കാളി, 4 പച്ചമുളക്, വലിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, ഒരു പിടി പുതിനയില. ഇനി ചിക്കൻ ഇത് മീഡിയം സൈസുള്ള ചിക്കന് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി, ഇത് ബിരിയാണി കരിയുന്നത് പോലെ വലിയ പീസുകളാക്കണ്ട, ഒരു മീഡിയം സൈസിൽ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചാൽ മതി. ഈ ഒരു ടൈമിൽ നമ്മൾ അരി കുതിർക്കാൻ വെക്കണം. ഇത് ജീരക റൈസാണ്. 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. കറിയായി വരുമ്പോഴത്തേനും നമ്മൾ അരി പൊതിർന്ന് സെറ്റായി വരും. ഇനി കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലോണം വാടി വരണം. പെട്ടെന്ന് ഉള്ളി വാടി വരാൻ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ കാണുന്നുണ്ടാവും, നമ്മൾ കുറച്ച് അധികം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കറിക്കും ചോറിനും വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യമെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. 2.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കറിവേപ്പില അധികം തന്നെ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്. അത് നമുക്ക് പേടിക്കാതെ ഇട്ട് കൊടുക്കാം. മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ കറിവേപ്പിലെല്ലാം വളർത്താൻ തന്നെ നോക്കുക. എന്നിട്ട് ആ കറിവേപ്പില തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീർന്നില്ല, ഇനി രണ്ടാളെയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇതും കൂടി ചേർത്ത് ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച ചിക്കനും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക. ഇനി ചിക്കന് പകുതി വേവാകുമ്പോഴത്തേനും നമ്മൾ കുതിർത്ത് വെച്ച അരി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരിൻ്റെ കൂടെ ചിക്കന് വെന്ത് വരണമല്ലോ, അതാണ് നമ്മൾ പകുതി വേവിൽ തന്നെ അരി ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 3 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച മല്ലിച്ചപ്പും 1 പിടി പുതിനയിലയും ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ 5-6 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് നന്നായി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. റെക്കോർഡ് ചെയ്യുമ്പോൾ കോയിൻ്റെയും കാക്കേൻ്റെയും ഒക്കെ സൗണ്ട് ഉണ്ടാവും. എന്നെക്കാട്ടും കൂടുതൽ സൗണ്ട് അവരെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചോറിലുള്ള വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഓക്കെ ആണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ നമുക്കിത് നല്ല രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡിലും ഒരേപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം നമ്മൾ ഫ്ലെയിം സ്ലിമ്മിൽ തന്നെ വെക്കുക. ഇനി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ചോറ് റെഡിയായി വരും. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഇറച്ചിച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. ഉമ്മ നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പി തരുന്നുണ്ട്. ഉമ്മയാട്ടെ ഈ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കലും വോയിസ് കൊടുക്കലും മാത്രമാണ്. ഉമ്മയാണ് ഫുഡെല്ലാം ഉണ്ടാക്കുന്നത്. ഇനി ഇടയ്ക്കെപ്പെങ്കിലും ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയും ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പം ഉണ്ടാക്കുന്ന ഫുഡെല്ലാം ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇറച്ചിച്ചോറ്. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്കും ഷെയറും ചെയ്യുക.